ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ തമ്മനയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത്രയും സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം കേട്ടോ. മമ്മാസ് പിങ്കൂസ് ചാനലിലോട്ട് സ്വാഗതം. ഓക്കെ, ഞങ്ങൾ എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിങ്കു? നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, പോവാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തില്ലേ ഞാൻ നാളെ ചിലവ് വരില്ല കേട്ടോ. അപ്പോൾ തുടങ്ങാം അല്ലേ? അപ്പം എൻ്റെ മാർക്കറ്റിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ പിങ്കൂസാണ്. അപ്പോൾ പിങ്കുവിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നവരൊക്കെ എൻ്റെ കുഞ്ഞു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ചാർട്ട് പേപ്പറിന് ഏകദേശം 3 രൂപയേ ഉള്ളൂ. അപ്പം നമ്മൾ ചാർട്ട് പേപ്പർ ഗ്രീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാലകൾ അധികം ചുറ്റാനുള്ളത് വാങ്ങേണ്ട ആവശ്യമില്ല. മാലകൾക്ക് ഒരെണ്ണത്തിന് തന്നെ 25 രൂപയ്ക്കുള്ളതാണ് ഞാൻ വാങ്ങിക്കണേ. 25 കേട്ടോ, 50 രൂപയുടെ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിലൊരു 25 രൂപയുടെ ഒരു മാലയാണ്, ഒരു മീറ്റർ ഉണ്ടാവും മേ ബി. അപ്പം അതാണ് വാങ്ങിയേക്കണേ. അപ്പം അത് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം അധികം മാലകളൊന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്രീൻ കളർ ചാർട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു കോൺ ഷേപ്പിലേക്ക് ഫസ്റ്റ് ഒന്ന് മടക്കി എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കോൺ ഷേപ്പിൽ അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. പിങ്ക് പറഞ്ഞ പോലെ സമൂസയുടെ ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ഭാഗങ്ങളിലെ അത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പം അതിന് ഗമ്മുണ്ട്, ഫെവിക്കോളോ ഗമ്മോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഫെവിക്കോളായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടും ഗമ്മ് സാധാ ഗമ്മൊക്കെ ചിലപ്പം ഇരിക്കണമെന്നില്ല. ഇത് കട്ടിയുള്ളതല്ലേ ഈ ചാർട്ട് പേപ്പർ. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ആ 2 ഭാഗവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മൾ ആ കോണർ നോക്കിയിട്ട് വേണം ആക്കാനായിട്ട്. തെറ്റിയ പിന്നെ നമ്മൾ ചാർട്ട് പേപ്പറിന്റെ 2 സൈഡിലും ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തലയിലൊക്കെ വെക്കണ തൊപ്പി പോലൊക്കെയുള്ള ഷേപ്പിൽ കിട്ടും കേട്ടോ. പക്ഷെ ഇത് മാത്രം പോരാ, നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തറയിൽ വെക്കാൻ പറ്റില്ല. തറയിലോ എവിടെയാണോ ടേബിളിൽ വെക്കുകയാണെങ്കിലും നമുക്കത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ പോർഷൻ കറക്റ്റ് നേരെയായിട്ട് ഒരുപോലെ വരണം, ഇരിക്കുന്ന രീതിയിലേക്ക്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ചരിഞ്ഞിരിക്കും. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നിരപ്പാക്കി മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം നേരെ നമുക്ക് തറയിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. കണ്ടോ, ഇപ്പൊ കറക്റ്റ് നമുക്ക് തറയിൽ വെക്കാൻ പാകത്തിൽ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമ്മൾ നേരെ നല്ല പോലെ നമുക്ക് തറയിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് തറയിൽ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റാണോ. കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നേരെ ഇരിക്കുന്നതുണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാലയിലെ ഇത് ഞാൻ 25 രൂപയ്ക്ക് വാങ്ങിച്ച മാലയാണ് കേട്ടോ. അപ്പം അത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പം ഇതിനെ നമുക്ക് അടുത്തടുത്ത് ചുറ്റുന്നതിനെക്കാട്ടിയും നല്ലത് കുറച്ച് വിട്ട് ചുറ്റുന്നതാണ്. അതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് ചുറ്റിയിട്ടല്ലേ എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനെ ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറച്ച് അകലത്തിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം, ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോട് എന്നോട് സംസാരിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് അവരോട് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചുറ്റി നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കതിനെ ചുറ്റിയെടുക്കാം. അതിൻ്റെ സൈഡിലാണ് നമുക്ക് വേണമെങ്കിൽ പശ കൊണ്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രം ഇങ്ങനെ കവർ ചെയ്യാം. ബാക്കിൽ ഇപ്പം നമ്മളിങ്ങനെ ചുറ്റണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ 2 ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ അവിടെ സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിക്കുകയോ വല്ലതും എന്തെങ്കിലും പശയോ എല്ലാം വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം നമുക്ക് അധികം മാലയുടെ ഇതും വേണ്ട. അപ്പം അത് നമ്മുടെ വീടിനടുത്തുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ കളിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാനത് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തത്. അപ്പോഴേക്കും ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാർ നമ്മൾ അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യും. ഈ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കേട്ടോ അതിൽ വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അതിൻ്റെ
എന്താണ് ആപ്പിള്, പിന്നെ ബെൽസ്, പിന്നെ ഒരു കുഞ്ഞി സാൻഡ, ഇതിനെയൊക്കെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൂട്ടാം. ഇങ്ങനെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് നമുക്കത് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ലൈറ്റോട് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇതാണ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റിനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഏതൊക്കെ എങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പകലായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ലൈറ്റിന്റെ വയറൊക്കെ കാണുന്നുണ്ട്. രാത്രിയിൽ നമുക്ക് അത്രയും കാണില്ല. അപ്പൊ പകല് തന്നെ ഞാൻ അതിന്റെ വീഡിയോ എടുത്ത് വെച്ചത് മാത്രം. അപ്പം നമുക്കൊരു 100 രൂപ ബഡ്ജറ്റിനുള്ളിൽ ഇങ്ങനെ നല്ലൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. വെറും ചാർട്ട് പേപ്പറും കൊണ്ട് നമുക്ക് ഇത്രയും ഭംഗിയുള്ള ട്രീ ഉണ്ടാക്കാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.